സംഘപരിവാർ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ആയുധമാക്കുകയാണ് CPIM. BJPക്ക് വേണ്ടിയാണ് VD സതീശൻ ഭരിക്കുന്നത് എന്ന് PM മുഹമ്മദ് റിയാസ് MLA കുറ്റപ്പെടുത്തി. നിയമനങ്ങളിൽ ഉൾപ്പെടെ BJPയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നും റിയാസ് ആരോപിച്ചു. മുൻ സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ സംഘപരിവാർ നേതാക്കളുടെ കൂടിക്കാഴ്ച എന്തൊക്കെ കോലാഹലമുണ്ടാക്കുമെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യം. കൂടിക്കാഴ്ചയിൽ UDFന് എന്താണ് പറയാനുള്ളത് എന്ന് P രാജീവും ചോദിച്ചു. ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറി നിരങ്ങുകയാണ്. ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചാൽ BJPക്കെതിരെ ശബ്ദിക്കാൻ ശ്രീ VD സതീശൻ എന്തൊരു മടിയുള്ളത് പോലെയാണ്. ഇത് കാര്യങ്ങൾ വ്യക്തമാണ്. BJP ഗവൺമെൻറ് കേരളം ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അതിന് സമാനമായ നിയമനങ്ങളും നീക്കങ്ങളുമായി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് 50 ദിവസത്തെ ഭരണാനുഭവമാണ്. 50 ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സുകളെ വഞ്ചിച്ചിരിക്കുകയാണ് ശ്രീ VD സതീശൻ ഗവൺമെൻറ്. അല്ല, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആരെയും കാണുന്നതിന് പ്രശ്നമില്ല. അതിനൊന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേങ്കിൽ മുമ്പ് ഇതുപോലെ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും UDF ആൾക്കാർ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ RV ബാബു പറഞ്ഞു വളരെ നല്ല സ്വീകരണമാണ് കിട്ടിയതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല സ്വീകരണം കിട്ടിയിട്ടുണ്ടാവും. അല്ല, ബാബു അങ്ങനെ നുണ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ കാര്യത്തിൽ സതീശൻ്റെ കാര്യത്തിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് RV ബാബു. അപ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ RV ബാബു ഒരു നുണ പറയാനുള്ള ഒരു ചാതുര്യം ഉണ്ട് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ പോലും VD സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നുണ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഇതിനു മുൻപ് നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. അന്നത്തെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ കണ്ടാൽ പിറ്റേ ദിവസം BJP ഡീലായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ അത് ഉടൻ തന്നെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും എല്ലാം മാധ്യമങ്ങളും എല്ലാം പ്രചരിപ്പിച്ചിരുന്നത് ഒരു ഡീലാണ് എന്ന രൂപത്തിലായിരുന്നു. ഔദ്യോഗികമായി കാണുന്നത് പോലും ഒരു ഡീൽ, രഹസ്യമായ ബന്ധം എന്ന രൂപത്തിൽ അവതരിപ്പിച്ച ആളുകൾ ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു രീതിയാണ് ഇതിപ്പോൾ ഒരു ചർച്ചയിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനോ തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സിനോജി, 2 കൂടിക്കാഴ്ചകളാണ് വലിയ തോതിൽ CPM ഇപ്പോൾ ആരോപണത്തിന് അടിസ്ഥാനമാക്കുന്നത്. ഔദ്യോഗികമായ കൂടിക്കാഴ്ചകളാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം നടത്തിയ കൂടിക്കാഴ്ചകളാണ്. പക്ഷെ അത് BJP ബാന്ധവം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്നുള്ളതും RSS ബാന്ധവം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്നുള്ള ആരോപണവുമാണ്. നമുക്കറിയാം RV ബാബുവും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്കുനേർ കോർക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, വലിയ സ്വീകരണമായിരുന്നു എന്ന് RV ബാബു തന്നെ അഭിപ്രായപ്പെടുന്ന സാഹചര്യം. ഇതിനൊക്കെ പരിഹസിക്കുകയാണ് CPMന്റെ നേതാക്കൾ. തീർച്ചയായിട്ടും അതായത് RV ബാബുവിനെതിരെ കേസെടുത്ത സർക്കാരാണ് VD സതീശൻ സർക്കാർ. അതായത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനാധ്യക്ഷനെ തൂഫാൻ വാരിറാക്കിയ സമയത്ത് അതിനെതിരെ വിമർശനം ഉന്നയിച്ച സംഭവത്തിലാണ് RV ബാബുവിനെതിരെ കേസെടുത്തത്. അതിന് പിന്നാലെയാണ് RV ബാബുവിന്റെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് നിവേദനം കൊടുക്കുന്നത്. RV ബാബു തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ CPM അതൊരു ആയുധമാക്കിയെടുത്തിരിക്കുന്നത്. അതായത് സംഘപരിവാർ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി നടത്തി കൂടിക്കാഴ്ച, അതുമാത്രമല്ല പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ CPM ആയുധമാക്കിയെടുത്തിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, P രാജീവ് ആയിക്കോട്ടെ, ജോൺ ബ്രിട്ടാസ് MP ആയിക്കോട്ടെ, എല്ലാവരും ഒരേ ആംഗിളിൽ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി VD സതീശന് UDFന്റെ സംഘപരിവാർ ബന്ധം ഡീലൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആരോപണം മുന്നോട്ട് വന്നിരിക്കുന്നത്. 50 ദിവസം തികയുന്ന സർക്കാരിൻ്റെ ഭരണം എടുത്തു നോക്കി കഴിഞ്ഞാൽ, അവരുടെ നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നുവെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നത്. കാരണം കേന്ദ്രത്തിനെതിരെയോ BJPക്കെതിരെയോ ശബ്ദിക്കാൻ VD സതീശന് മടിയാണ്. അത് പ്ലീഡർ നിയമനം ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സംഘപരിവാറിന് താല്പര്യമുള്ള നിയമനങ്ങളാണ് VD സതീശൻ സർക്കാർ നടപ്പാക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് മുഹമ്മദ് റിയാസ് ഉന്നയിച്ചിരിക്കുന്നത്. ബജറ്റിൽ പോലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി ധനകാര്യ മന്ത്രി കൂടിയായ VD സതീശന് സാധിച്ചിട്ടില്ല. ഇവർ സന്ദർശനം നടത്തിയതിനെ സംഘപരിവാർ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാർ ഓഫീസുകളും കയറി നിറങ്ങുന്നു എന്ന ഒരു വാക്കാണ് മുഹമ്മദ് റിയാസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ സന്ദർശനമെങ്കിൽ എന്തൊക്കെ കോലാഹലം നമ്മുടെ നാട്ടിൽ നടന്നേനെ എന്ന് പറഞ്ഞു വെക്കുന്നു. കാരണം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനൊക്കെ തന്നെ കണ്ടതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളത്തിൽ. അതേ നാണയത്തിൽ തന്നെ ഒരു മറുപടി CPM ഉന്നയിക്കുകയാണ്. തിരിച്ച് അതേ നാണയത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അന്ന് ഡീൽ ആരോപണം ഉന്നയിച്ചവരാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾക്ക് വഴിയൊരുക്കുന്ന ആരോപണമാണ് P രാജീവ് ഉന്നയിക്കുന്നത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി CPM എടുത്തിരിക്കുകയാണ്. സംഘപരിവാറിന്റെ സന്ദർശനവും ഒപ്പം തന്നെ പ്ലീഡർ നിയമനമൊക്കെ തന്നെ, പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൽ തന്നെ പരസ്യ പ്രതികരണം ഉണ്ടായതാണ്, പാളയത്തിൽ തന്നെ പ്രതികരണം ഉണ്ടായ വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ
CPM ഇതൊരു ആയുധമാക്കിയെടുത്തുകൊണ്ട് സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് VD സതീശന് സംഘപരിവാർ ബന്ധമുണ്ടെന്ന മുൻ ആരോപണം കൂടുതൽ ആട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ആരോപണങ്ങളും ആക്ഷേപങ്ങളും CPM നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താനും കൂടിക്കാഴ്ചയ്ക്കും ഔദ്യോഗികമായ അനുമതി ചോദിച്ചാൽ അത് നിഷേധിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ ഭരണപക്ഷം അതിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ G. സുകുമാരൻ നായർക്ക് അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയും സുകുമാരൻ നായർ അതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആര് കൂടിക്കാഴ്ച നടത്തണം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അവിടെ ഒരു വിവേചനാധികാരമുണ്ട്. അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. വിവേചനാധികാരം സ്വാഭാവികമായും ഉണ്ട്. അത് അദ്ദേഹം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു എന്നിരിക്കെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാക്കളൊക്കെ ചെന്ന് സന്ദർശനം നടത്തുന്നത്. സ്വാഭാവികമായും CPM ഭാഗത്തു നിന്ന് അത്തരമൊരു വിമർശനമുണ്ടാകും.